അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരണീയരായ ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ വിഷയവും കൂടി ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റിയാണ്. ഇന്നലെ ഞാൻ പറഞ്ഞ അതേ ക്യാൻസർ, സ്ത്രീകളുടെ നെഞ്ചിൻ്റെ 2 ഭാഗത്ത് വരുന്ന ക്യാൻസറിനെ പറ്റിയാണ്. അതിനെപ്പറ്റി കൂടുതൽ പറയുന്നത് അതിനൊരു പ്രത്യേക കാരണമുണ്ട്. അതായത് ഒരുപാട് ക്യാൻസറുകൾ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. ആദ്യം ശാസ്ത്രജ്ഞർ പറഞ്ഞിരുന്നത് 100 ക്യാൻസറിനെ പറ്റിയാണ്, പിന്നെ 250 പറഞ്ഞു. ഇപ്പോൾ പറയുന്നത് കേൾക്കുന്നുണ്ട്, അതായത് 10 ലക്ഷത്തോളം വ്യത്യസ്തമായ ക്യാൻസർ ഉണ്ട് എന്ന്. എങ്കിലും ഈ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതലായി വളരെ വ്യാപകമായി വരുന്ന ഈ ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റി പറയാൻ കാരണം, സ്ത്രീകൾ നമ്മുടെ എല്ലാമാണ്. നമ്മുടെ അമ്മമാർ, നമ്മുടെ പെങ്ങന്മാർ, നമ്മുടെ വൈഫ്സ്, അതായത് ഭാര്യന്മാർ, ഇവരില്ലാതെ ഒരു ജീവിതം നമുക്കിവിടെ ഇല്ല. എന്തുകൊണ്ട് എന്നാൽ നമ്മുടെ ജീവിതം ഇവിടെ വളരെ സുഖകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഇവർ നിർബന്ധമാണ്. അത് നഷ്ടപ്പെട്ടവർക്കേ അതിൻ്റെ വില മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് അവരുടെ ജീവിതം, അവരുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഏറ്റവും വലിയ ബാധ്യതയാണ്. അതുകൊണ്ടാണ് അവർക്ക് പിടിപ്പെടുന്ന ഈ രോഗങ്ങളെപ്പറ്റി കൂടുതലായിട്ട് പറഞ്ഞത്. അപ്പോൾ ആ രോഗം, ആ ബ്രസ്റ്റ് ക്യാൻസർ വരുന്നതിനെ നമുക്ക് തടയാൻ പറ്റും. അതിനെപ്പറ്റി പഠിക്കണം, അതിനെപ്പറ്റി അവെയർ ചെയ്യണം, ബോധവൽക്കരണം ചെയ്യണം. ഫോറിൻ രാജ്യങ്ങളിൽ പലയിടത്തും നന്നായിട്ട് ഇത് ബോധവൽക്കരണം ചെയ്യുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. ന്യൂസ് പേപ്പറുകളിലും എല്ലാം പല നിലക്കായിട്ട് ബോധവൽക്കരണം ചെയ്യുന്നതായി കാണപ്പെടുന്നുണ്ട്. നമ്മുടെ രാജ്യത്തും അങ്ങനെ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ സ്ത്രീകള്, കൂടുതൽ മുലയൂട്ടുന്ന സ്ത്രീകൾക്ക് ഈ ബ്രസ്റ്റ് ക്യാൻസർ കുറവാണ് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അതായത് നമ്മുടെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, 2 വർഷം മുലയൂട്ടണമെന്ന് പരിശുദ്ധ ഖുർആന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ലോക ആരോഗ്യ സംഘടനയായ WHO പറയുന്നത് 2 വർഷം മുലയൂട്ടണം എന്നാണ്. അപ്പം അങ്ങനെയുള്ള സ്ത്രീകൾക്ക്, കൂടുതൽ മുലയൂട്ടുന്ന സ്ത്രീകൾക്ക് ഈ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ കുറവാണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ലേറ്റ് മാരേജ്, ഒരു ദീപേന്ദ്ര സർക്കാർ എന്ന് പറഞ്ഞ് ഒരു അതിവിദഗ്ധനായ ഓങ്കോളജിസ്റ്റ് നമ്മുടെ ഇന്ത്യയിലുണ്ട്. അദ്ദേഹം പറയുന്നു, ലേറ്റ് മാരേജ്, താമസിച്ച് കല്യാണം കഴിക്കലും അത്ര നല്ലതല്ല. എങ്കിലും നമ്മുടെ രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റിന് ഒരു നിയമപരിധി കല്യാണം കഴിക്കുന്നതിലുണ്ട്. അതിനെ നാം എപ്പോഴും ബഹുമാനിക്കണം. അപ്പോൾ കൂടുതൽ താമസിച്ച് കല്യാണം കഴിക്കുന്നവർക്കും പിന്നെ ഇങ്ങനെയുള്ള ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ജീവിത രീതിയുടെ മാറ്റങ്ങൾ, നമ്മുടെ ഫുഡിൽ, നാം കഴിക്കുന്ന ഫുഡിൽ ഇന്ന് വന്ന ഈ മാറ്റങ്ങൾ, സത്യത്തിൽ അറബിയിലൊരു ചൊല്ലുണ്ട്, റിദാഉക ദവാഉക എന്ന്. നീ കഴിക്കുന്ന ഭക്ഷണമാണ് നിന്റെ ഔഷധം എന്ന് ഒരു ചൊല്ലുണ്ട്. പക്ഷേ ഇന്ന് നാം കഴിക്കുന്ന അധിക ഫുഡും ഔഷധമല്ല, നേരെ മറിച്ചത് പല രോഗങ്ങളെയും വലിച്ചു വരുത്തുന്ന ചില സാധനങ്ങളാണ് നാം കഴിക്കുന്നത്. അപ്പോൾ ടോട്ടലി പഴയ കാലത്ത് ഉള്ളതുപോലെ ഉള്ള ജീവിതമല്ല നമ്മുടേത്. പല നിലക്കും അത് മാറിയിരിക്കുന്നു. ആ ജീവിത ശൈലി മാറിയത് കൊണ്ടാണ് കൂടുതലായും ഇങ്ങനെയുള്ള ബ്രസ്റ്റ് ക്യാൻസർ സ്ത്രീകൾക്ക് വരുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം അവിടെ പറഞ്ഞു, അർബാനിസേഷൻ
എന്ന് പറഞ്ഞാൽ നഗരവൽക്കരണം. ഇന്നത്തെ നാം നഗരത്തിൽ വസിക്കുന്നു, നഗരം കൂടുതൽ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് അവിടുത്തെ ഫുഡുകൾ കൂടുതലായി കഴിക്കുന്നു. അങ്ങനെ കഴിക്കുന്നവർക്കും കൂടുതലായി ക്യാൻസറുകൾ കാണുന്നുണ്ട്. നേരെ മറിച്ച് വില്ലേജിൽ, കുഗ്രാമങ്ങളിൽ താമസിക്കുന്നവരുടെ സത്യത്തിൽ ആ ജീവിതമാണ് നല്ലത്. അവിടെ നല്ല വായു, അതുപോലെ തന്നെ നല്ല വെള്ളം, അവർ നന്നായി കൃഷി ചെയ്യുന്നുണ്ട്, നല്ല അധ്വാനിക്കുന്നുണ്ട്. അവർക്ക് എന്നെന്നും എക്സർസൈസ് അവരുടെ കൃഷിയിലൂടെ കിട്ടുന്നുണ്ട്. അതിനുവേണ്ടി അവർ അവിടെ പണിയെടുക്കുന്നു. എല്ലാ നിലക്കും നല്ല ജീവിതമാണ്. അതുകൊണ്ട് ഞാൻ കുറ്റപ്പെടുത്തിയതല്ല, ഞാനും ഒരുപാട് കാലം നഗരത്തിൽ ജീവിച്ച വ്യക്തിയാണ്. എങ്കിലും ശാസ്ത്രജ്ഞർ എങ്ങനെയാ പറയുന്നത്, ഈ നഗരവൽക്കരണം, അവിടെയുള്ള ജീവിതം, അതുമൂലവും എല്ലാവർക്കും എന്നല്ല പലർക്കും ബ്രസ്റ്റ് ക്യാൻസർ വന്നേക്കാം എന്ന് അവർ പറയുന്നുണ്ട്. അതേപോലെ തന്നെ പൊണ്ണത്തടി. ഇന്ന് ഫുഡിൻ്റെ കാര്യത്തിൽ അധികവും വില്ലേജിൽ താമസിക്കുന്നവരും നഗരത്തിൽ താമസിക്കുന്നവരും ഇന്ന് ഒരുപോലെ ആയിട്ടാണ് കാണുന്നത്. എല്ലാവർക്കും പൊണ്ണത്തടിയുണ്ട്, വല്ലാത്ത വെയിറ്റ് ഉണ്ട്. വെയിറ്റ് കൂടുന്നത് ഒരിക്കലും ശരിയല്ല. നമ്മുടെ ഫുഡ് മുഖേനയാണ് ഈ വെയിറ്റ് കൂടുന്നത്. വെയിറ്റ് സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വെയിറ്റ് കുറക്കണം. ചിലപ്പോൾ പരമ്പരാഗതമായി അവരുടെ പാരമ്പര്യത്തിൽ അങ്ങനെ തന്നെ ഉമ്മാൻ്റെ ഉമ്മ അല്ലെങ്കിൽ ഉപ്പാൻ്റെ ഉപ്പ, ഇങ്ങനെ അവരുടെ പരമ്പരാഗതമായിട്ട് വരുന്ന ഒരു വെയിറ്റ് ഉണ്ട്. അങ്ങനെ വന്ന വെയിറ്റിനെ കുറക്കാൻ കുറച്ച് പാടാണ്. എങ്കിലും വെയിറ്റിനെ ഒരു നിലക്ക് നിർത്തേണ്ട, അവരവർക്ക് ആവശ്യമുള്ള വെയിറ്റിൽ നിർത്തേണ്ടത് അത്യാവശ്യമാണ്. അല്ലാത്തവർക്ക് ചിലപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ, അതായത് ആ വെയിറ്റ് ഉള്ളവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നേക്കാമെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്. അതേപോലെ തന്നെ അതായത് ഇന്നത്തെ നമ്മുടെ ഈ ഫാസ്റ്റ് ഫുഡാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാരണം. ഇന്ന് ആരും പച്ചക്കറികൾ കഴിക്കുന്നില്ല, ഫ്രൂട്ട്സുകൾ കഴിക്കുന്നില്ല. ദിവസവും ഓരോ മനുഷ്യൻ്റെയും അകത്ത് 40% ഫൈബർ കടക്കണമെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്. നമ്മുടെ ചിലപ്പോൾ 1% പോലും കടക്കാത്ത ഒരവസ്ഥയാണ് നാം കാണുന്നത്. ഫൈബർ പച്ചക്കറി ഫ്രൂട്ടിലൂടെ നമ്മുടെ ശരീരത്തിൽ കടക്കണം. അത് തീരെ കഴിക്കാറില്ല. അങ്ങനെ കഴിക്കാത്തവർക്ക് ഈ ബ്രസ്റ്റ് എന്ന് മാത്രമല്ല പല ജാതി ക്യാൻസറുകൾ വരാം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇർറെഗുലർ സ്ലീപ്പാണ്. അതായത് നമ്മുടെ ഈ താളം തെറ്റിയ ഉറങ്ങേണ്ട സമയം 10 മണി മുതൽ 4:30 5 മണി വരെ, 5 മണിൻ്റെ ഇടക്കാണ്. അങ്ങനെയാണ് ഡോക്ടർ ഗോപിനാഥ് പിള്ളയും അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തോടെ ജീവിക്കാം എന്നുള്ള ബുക്കിൽ എഴുതിയത്. മറ്റുള്ള അനേകം ഡോക്ടേഴ്സും അതുപോലെ തന്നെ ഗവേഷകരും എഴുതിയിരിക്കുന്നത്. പക്ഷേ അതെല്ലാം തെറ്റിയിട്ട് രാത്രി 1, 2, 3 മണി വരെ കിടന്നുറങ്ങി പകല് ആണ് കൂടുതൽ കിടന്നുറങ്ങുന്നത്. ഇത് വളരെ മോശമാണ്. ഇന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് പകൽ ഒരു 50 മിനിറ്റിലധികം ഉറങ്ങരുത് എന്നാണ്. പഴയകാലത്തുള്ള സമയത്ത് ഉറങ്ങും, അതിരാവിലെ എണിക്കും. അതുകൊണ്ട് അവർക്ക് രോഗം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഈ ഉറക്കത്തിൻ്റെ താളം തെറ്റുന്നത് കൊണ്ടും ഈ ബ്രസ്റ്റ് ക്യാൻസർ വരാം എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും വലിയ സർജിക്കൽ ഓങ്കോളജിസ്റ്റായ, അതായത് ക്യാൻസറിൻ്റെ സർജനായ ഡോക്ടർ KS ഗോപിനാഥ് പിള്ള പറയുന്നു, മുമ്പ് നാം ഈ ബ്രസ്റ്റ് ക്യാൻസർ, നെഞ്ഞിൻ്റെ ആ 2 ഭാഗത്ത് വരുന്ന സ്ത്രീകൾക്കുള്ള ക്യാൻസർ നാം 45-55 വയസ്സിൻ്റെ ഇടക്കായിരുന്നു കണ്ടിരുന്നത്. കുറേ മുമ്പ് അദ്ദേഹം പറയുന്നു ഡിക്കേഡ് എഗോ എന്നാണ്, ഒരു 10 വർഷം മുമ്പ് അങ്ങനെ ആയിരുന്നു എന്ന് അന്ന് അയാൾ പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇപ്പം അത് 35-45 ആയിട്ടുണ്ട്, അതിൻ്റെ താഴെ ഇറങ്ങി എന്ന് പറയും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ
18 വയസ്സുള്ള ചെറിയ പെൺകുട്ടികൾക്ക് വരെ ഈ ബ്രസ്റ്റ് ക്യാൻസർ കാണുന്നുണ്ട്. അവിടെ അദ്ദേഹം പറഞ്ഞത് ഡ്യൂ ടു അർബാനൈസേഷൻ, ഈ നഗരവൽക്കരണത്തിൻ്റെ കാരണം കൊണ്ടാണ് ഇത്രയും അത് താഴെ വന്നത്, ഇത്രയും ചെറിയ പ്രായത്തിലേക്ക് വന്നത്. അതായത് നഗരത്തിലുള്ള ഫുഡ്, അതിപ്പോൾ നഗരത്തിൽ മാത്രമല്ല, ഇപ്പം അത് വില്ലേജുകളിലും കുഗ്രാമങ്ങളിലൊക്കെ ആ ഫുഡുകൾ ധാരാളമായിട്ട് കാണുന്നുണ്ട്. ഈ ഗ്രാമത്തിൽ താമസിക്കുന്നവർ ആ ഫുഡാണ് ഇന്ന് കൂടുതലായിട്ടും ഇഷ്ടപ്പെടുന്നത്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് നമ്മുടെ പരമ്പരാഗതമായിട്ട് നമ്മുടെ മാതാപിതാക്കൾ, അവരുടെ മാതാപിതാക്കൾ അങ്ങനെ അവർ കഴിച്ച ഫുഡാണ് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ സെല്ലുകൾക്ക് ഇഷ്ടം എന്നല്ലാണ്ട് ഈ പുതിയ ഫുഡ് കഴിക്കുമ്പോഴേക്ക് സെല്ല് പറയുമ്പോൾ നമുക്ക് ആ ഫുഡിനെ പരിചയമില്ല എന്ന് പറഞ്ഞിട്ട് ആ സെല്ല് വേണ്ടുന്നത് പോലെ വർക്ക് ചെയ്യൂലെന്ന് ഇന്ന് ചില ഡോക്ടേഴ്സ് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് 18 വയസ്സിലുള്ള കുട്ടികൾക്ക് വരെ വന്നു എന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് നാം നമ്മുടെ ജീവിത രീതി, ഭക്ഷണത്തിൻ്റെ കഴിക്കുന്ന ഒരു അവസ്ഥയിൽ മാറ്റം വരുത്തുക, അത് കൂടുതൽ കഴിക്കാതിരിക്കുക പരിധി വിട്ട് എന്ന് മാത്രമല്ല, ഇനി ഇറച്ചി മാംസം കഴിക്കുന്നുണ്ടെങ്കിലും അതിൽ പച്ചക്കറി സലാഡ് ചേർത്ത് കഴിക്കുന്നുണ്ടെങ്കിൽ ഒരാഴ്ചയിൽ 1-2 പ്രാവശ്യം കഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കുക. പിന്നെ മീനുകൾ കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, എല്ലാത്തിനും ഒരു പരിധിയുണ്ട്, ഇത്ര കഴിക്കണമെന്ന്. എങ്കിലും അതിൽ പ്രത്യേകം മത്തി എന്ന് പറയുന്ന ആ ചാള, ആ മീനാണ് ഏറ്റവും നല്ലത്. അതിലാണ് omega-3 ഫാറ്റ് ആസിഡ് ഉള്ളത്. അതേപോലെ തന്നെ സൽമോൺ ഫിഷ് എന്ന് ജപ്പാൻകാർ ആ മീനാണ് കൂടുതൽ കഴിക്കുന്നത്. അവരുടെ സ്ത്രീകൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വളരെ കുറവാണെന്ന് പറയുന്ന ആ മീൻ കഴിക്കുന്നത് കൊണ്ട്. അതുപോലെ തന്നെ സെയ്ത്ത് എണ്ണ, ഒലിവ് ഓയിൽസും കൂടുതലായിട്ട് ഉപയോഗിക്കുക. ഒലിവ് ഓയിൽസ്, സെയ്ത്തെണ്ണ ഉപയോഗിക്കുന്ന ഗ്രീക്ക് ഐലാൻഡ് പോലെയുള്ള രാജ്യങ്ങളിൽ ഈ ബ്രസ്റ്റ് ക്യാൻസർ വളരെ കുറവായിട്ടാണ് കാണുന്നത് എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ഈ ജീവിത രീതിയിൽ, ഭക്ഷണത്തിൻ്റെ ആ അവസ്ഥയിൽ, ആ രീതിയിൽ ഒന്ന് കാര്യമായ ചേഞ്ചസ് വരുത്തുക. ഇതിനെപ്പറ്റി നന്നായിട്ട് പഠിക്കുക, ഇതിനെപ്പറ്റിയുള്ള ക്ലാസ്സുകൾ കേൾക്കുക, ഇതിനെപ്പറ്റിയുള്ള ബുക്കുകൾ വായിക്കുക. എന്നിട്ട് അത്തരം രോഗങ്ങളെ എങ്ങനെയെങ്കിലും പ്രിവെൻറ്റ് തടയാൻ വേണ്ടി നാം പരിശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.